വയനാട് പുൽപ്പള്ളി കടമാൻതോട് അണക്കെട്ട് പദ്ധതിയുടെ സർവേ റിപ്പോർട്ട് കാവേരി പ്രോജക്ട് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ഡൽഹി ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് അണക്കെട്ട് വിരുദ്ധ സമരസമിതിയുടെ ആവശ്യം. കടമാൻതോട് പദ്ധതി എത്ര ജനങ്ങളെ ബാധിക്കും? എത്ര പേരെ കുടിയൊഴിപ്പിക്കേണ്ടി വരും? എവിടെയെല്ലാം വെള്ളം എത്തിക്കാനാകും തുടങ്ങി സമഗ്ര വിവരങ്ങളുണ്ട് ലൈഡാർ സർവേ റിപ്പോർട്ടിൽ. കാവേരി പ്രൊജക്ട് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം സർവകക്ഷി യോഗത്തിൽ വിശദീകരിക്കും. 80 സ്ഥലങ്ങളിൽ ഗ്രൗണ്ട് കൺട്രോൾ പോയിന്റുകൾ സ്ഥാപിച്ചുള്ള ലൈഡാർ സർവേ പൂർത്തിയായത് നവംബർ 18-നാണ്. നേരത്തെ ഭൂതല സർവേ റിപ്പോർട്ട് ജലസേചന വകുപ്പ് തയ്യാറാക്കിയിരുന്നു. ലൈഡാർ സർവേയിൽ ശേഖരിച്ച വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാൻ പീച്ചി ആസ്ഥാനമായ കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധ സംഘം കൃത്യതാ പരിശോധന നടത്തിയിരുന്നു. ഭൂതല സർവേ റിപ്പോർട്ട്, ലൈഡാർ സർവേ റിപ്പോർട്ട്, കൃത്യതാ പരിശോധനാ റിപ്പോർട്ട് എന്നിവ യോജിപ്പിച്ചാണ് പദ്ധതിയുടെ അന്തിമ രൂപരേഖ തയ്യാറാക്കുക. ഇതിനുശേഷം റിപ്പോർട്ട് സർക്കാരിന് കൈമാറുകയും പദ്ധതിയുടെ തുടർ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. അണക്കെട്ട് നിർമ്മാണം തുടങ്ങാൻ സർക്കാർ തീരുമാനിച്ചാൽ വിശദ പദ്ധതി രേഖ തയ്യാറാക്കാൻ 1 വർഷം സമയമെടുക്കും. അതേസമയം പദ്ധതിക്കെതിരെ പ്രതിഷേധവും തുടരുന്നുണ്ട്. സർവേ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് ഡാം വിരുദ്ധ സമരസമിതിയുടെ ആവശ്യം. 24 വയനാട്.